يا ليت بيني وبينك بعد المشرقين فبئس القرين. സജ്ജനങ്ങളായ മുഅ്മിനീങ്ങളായ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകളെ പരിചയപ്പെടുകയും സ്വാലിഹീങ്ങളായ ആളുകളുടെ തർബിയത്തനുസരിച്ച് ജീവിക്കുകയും സജ്ജനങ്ങളെ കൂട്ടുപിടിക്കുകയും ചെയ്യേണ്ടതിനു പകരം ആരൊക്കെയാണോ തിന്മയുടെ വഴികളെ തെരഞ്ഞെടുത്തത് അവർക്ക് അല്ലാഹു അവരുടെ ഖരീനായ പിശാചിനെ അതിശക്തമായ സ്വാധീനം ചെലുത്തുന്ന വിധം അവർക്ക് പരീക്ഷണമായി അല്ലാഹു നൽകുന്നുവെന്നാണ് ഈ ആയത്തിന്റെ സാരം. പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. നിങ്ങൾ ഓരോരുത്തരുടെയും മതബോധം അളക്കപ്പെടുന്നത്, നിങ്ങളുടെ ദീൻ അളക്കപ്പെടുന്നത് നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങളുടെ സുഹൃത്ത്, നിങ്ങളുടെ ഫ്രണ്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ടാണ്. ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച് ആലോചിച്ചു ചെയ്യേണ്ട കാര്യമാണ് ആരെയാണ് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനായി കൊണ്ടു നടക്കേണ്ടത് എന്ന്. അല്ലാഹുവിന്റെ മലക്കുകൾ വിധിയെഴുതുന്നത് നിങ്ങൾ ആരുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്ന് നോക്കിയിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബായ നബി തങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് നുബുവത്തിന് ശേഷം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിന്റെ കൂടെയാണ്. സയ്യിദുൽ അംലാഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സുകൊണ്ട് വല്ലാതെ വേദനിച്ച ഒരു നേരമുണ്ട്. ഹബീബിന് ഫത്റത്തിന്റെ വരവ് ഇല്ലാതെയായി, ജിബ്രീൽ അലൈഹിസ്സലാം വരാതെയായി. ജിബ്രീൽ തങ്ങൾ വരുന്നുണ്ടോ എന്ന് ആകാശത്തേക്ക് നോക്കിയിരിക്കുക ഹബീബിന് പതിവായി. അങ്ങനെ മഹാനവറുകൾ ഇറങ്ങി വന്നപ്പോ ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, ജിബ്രീലേ, നിങ്ങൾ എന്നെ വന്ന് സന്ദർശിക്കുന്ന ഈ ഒരു പതിവിന് വിരുദ്ധമായി നിങ്ങൾക്ക് കൂടുതൽ എന്റെ അരികത്ത് വന്നൂടെ? എന്താണ് നിങ്ങളുടെ വരവ് കുറഞ്ഞു പോയത്? അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്, നബിയേ, അങ്ങയുടെ അരികത്ത് വരാൻ എനിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, അല്ലാഹുവിന്റെ പടച്ചതമ്പുരാന്റെ അനുമതിയില്ലാതെ എനിക്ക് ഇറങ്ങാൻ കഴിയില്ലല്ലോ നബിയേ. അല്ലാഹുവിന് അവകാശപ്പെട്ടതല്ലയോ നമ്മൾ? നമ്മുടെ മുമ്പിലും പിറകിലും നമുക്കിടയിലുമുള്ളതെല്ലാം അല്ലാഹുവല്ലയോ നിയന്ത്രിക്കുന്നത്? വമാ കാന റബ്ബുക നസിയാ. അങ്ങയുടെ രക്ഷിതാവായ അല്ലാഹു ഒന്നും മറന്നു പോകുന്നവനല്ല നബിയെ, അല്ലാഹു മറന്നതല്ല. അതുകൊണ്ട് എനിക്ക് വരാൻ ആഗ്രഹമുണ്ട്. അങ്ങ് എന്റെ കൂടെ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് അങ്ങയുടെ കൂടെ ചെലവഴിക്കാനും ആഗ്രഹമുണ്ട്. മുത്തുനബിതങ്ങൾക്ക് ഈ 3 വർഷക്കാലം ഇടക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വരവ് കുറഞ്ഞു പോയപ്പോ പുണ്യനിബിതങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തായി പിന്നെ സ്വീകരിച്ച ഒരു മലക്കുണ്ട്, മഹാനായ ഇസ്രാഫീലു അലൈഹിസ്സലാം. 3 വർഷക്കാലം ഇസ്രാഫീലു അലൈഹിസ്സലാം ഹബീബിന്റെ അരികത്തേക്ക് വരുമായിരുന്നു. ഇസ്രാഫീലു അലൈഹിസ്സലാം വഹ്യുമായിട്ടല്ല വരുന്നത്. ഹബീബായ നിബിതങ്ങൾക്ക് അഖ്ലാഖുകളും സ്വഭാവ ഗുണങ്ങളും മഹാസിനുൽ അഖ്ലാഖ് ഹബീബിനെ പഠിപ്പിക്കാൻ വേണ്ടി മഹാനായ ഇസ്രാഫീലു അലൈഹിസ്സലാം ആ ഒരു ഇടവേളയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ വിലപ്പെട്ട സമയം, നമ്മുടെ വെക്കേഷനുകൾ, നമ്മുടെ ഒഴിവ് സമയങ്ങൾ, നമുക്ക് കിട്ടുന്ന ഒഴിവ് വേളകൾ, നമ്മൾ ഏറ്റവും നല്ല കൂട്ടുകാരെ, ഏറ്റവും നല്ല സുഹൃത്തുക്കളെ, നമ്മളെ നന്മയിലേക്ക് നയിക്കാൻ പോകുന്ന ആളുകളെ തിരഞ്ഞെടുക്കണമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നത്.